എൻ്റെ ജീവിതത്തിൽ എൻ്റെ വിളക്ക് എന്ന് പറഞ്ഞ ഈ ഒരു സഹോദരൻ വന്നതോടുകൂടെ എൻ്റെ ജീവിതം മനോഹരമായി മാറിക്കഴിഞ്ഞു. കാരണം എനിക്ക് എൻ്റെ ലൈഫിൽ ഞാനൊരിക്കലും എനിക്ക് നേടാൻ കഴിയില്ല എന്ന് വിചാരിച്ച സ്വപ്നങ്ങളിലേക്കൊക്കെ എന്നെ കൊണ്ടെത്തിച്ചു. എൻ്റെ ഉമ്മ നഷ്ടപ്പെട്ടതിന് ശേഷം, എന്നെ പിരിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ഞാനൊരു യാത്ര പോലും മര്യാദയ്ക്ക് ചെയ്തിട്ടില്ലായിരുന്നു. എൻ്റെ ഉമ്മ എന്നെ വിട്ട് പിരിഞ്ഞതിന് ശേഷം, സഹോദരൻ വന്നതിന് ശേഷം ഞാൻ യാത്രകൾ ചെയ്യാൻ തുടങ്ങി. എന്തിനു പറയണം, വീടിൻ്റെ ഉള്ളിൽ തന്നെ എന്താ പറയുക, അന്നത്തെ ആ ഒരു സാഹചര്യം, ഹോസ്പിറ്റൽ ഒറ്റ ഹോസ്പിറ്റലിൽ ഞാൻ പോയിട്ടുള്ളൂ. പിന്നെ ഉള്ളതൊക്കെ സഹോദരൻ്റെ സപ്പോർട്ടും കെയറിങ്ങും കൊണ്ടാണ് മാറി കിട്ടിയത്. ലൈഫിൽ ഒരിക്കലും മറക്കാൻ കഴിയില്ല അതൊന്നും. ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല എനിക്കിനിയൊരു ലൈഫ് ഇല്ല, ഞാനൊരു ജീവിതത്തിലേക്കില്ല, ഞാൻ എൻ്റെ ഉമ്മയുടെ കൂടെ തന്നെ പോകുകയാണ്, ഇനിയൊരു ജീവിതം എനിക്കില്ല. ഞാൻ ഒരു രാത്രി കിടന്ന് കരഞ്ഞത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എനിക്ക് ഉമ്മയെ പോയി കാണണം. കാരണം മരണപ്പെട്ടിട്ട് ആ മുഖം പോലും അവസാനമായി കാണാൻ പറ്റിയില്ല. എന്ന് പറയാൻ കാരണം അത്രത്തോളം ഒരു ദുരന്തമായ ഒരവസ്ഥയിലായിരുന്നു. ഇന്നിപ്പം ഞാൻ ഒരുപാട്, കാരണം അതൊക്കെ ആലോചിക്കുമ്പം ഇപ്പോഴും എനിക്ക് സങ്കടങ്ങളാണ്. പക്ഷെ ഞാൻ അതൊക്കെ മറക്കുന്നത് എൻ്റെ സഹോദരനെ ഞാൻ വിളിക്കുന്ന സമയത്താണ്. ഒരുപാട് ഹാപ്പി അതിലൂടെ സഹോദരനിലൂടെ എനിക്ക് കിട്ടും. കാരണം ഒരു മെസ്സേജ് കിട്ടിയാൽ മതി, എന്തെങ്കിലും കളിയാക്കിയിട്ട് എന്തെങ്കിലും ഒരു മെസ്സേജ് ഒന്ന് വിട്ടാൽ മതി. അപ്പം എനിക്ക് എന്തുകൊണ്ടാണെന്നറിയില്ല, ഇപ്പോഴും ഞാൻ ഓർക്കുന്ന ഒരു സംഭവമുണ്ട്. ഞാൻ ഒരു ദിവസം, എനിക്ക് എന്ത് സങ്കടം ഉണ്ടെങ്കിലും, എൻ്റെ ഉമ്മ എന്നെ വിട്ടു പോയതിന് ശേഷം എന്ത് ഒരു സങ്കടം ഉണ്ടെങ്കിലും ഞാൻ ഷെയർ ചെയ്യുന്ന ഒരാളാണ് ഈ സഹോദരൻ. അങ്ങനെ ഒരു ദിവസം ഞാൻ എന്താ പറയുക, എൻ്റെ സഹോദരിയുമായി തല്ലുകൂടി. കാരണം ചെറിയൊരു കുറുമ്പ് കാര്യങ്ങൾ ഒക്കെയുള്ള ഒരു ആളായിരുന്നു. അപ്പം അവൾ എന്തോ ഒരു മോശമായിട്ടുള്ള, എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു ഡയലോഗ് പറഞ്ഞു. അതിൽ ഞാൻ മാനസികമായിട്ടും ശാരീരികമായിട്ടും തളർന്നു. ആ സമയത്ത് അപ്പം എന്താ പറയുക, ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു ഡയലോഗ്. ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു ഡയലോഗ് വെച്ചാൽ ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു വാക്ക്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ഒരുപാട് വേദനിപ്പിച്ചു. കാരണം
എന്താണ് എന്നല്ലേ. അപ്പം ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു വാക്കായിരുന്നു അത്. കാരണം അത് ഒട്ടും എന്താ പറയുക, ഒരു മാതാവിനും പിതാവിനും സഹോദരനും ഒന്നും കേൾക്കാൻ പറ്റാത്ത ഒരു വാക്കായിരുന്നു. അത് പറഞ്ഞതോടുകൂടി ഞാൻ ആകെ തളർന്നു. ആകെ തളർന്ന ഒരവസ്ഥയിലായി. അങ്ങനെ എന്താ പറയുക, അത് രാത്രിയായിരുന്നു, നൈറ്റായിരുന്നു സംഭവിച്ചത്. അപ്പം ഞാനിങ്ങനെ എന്താ പറയുക, പൊട്ടിക്കരഞ്ഞു. ഇനി എന്നെ ആട്ടാലോ, വിളിക്കരുത്, എനിക്കത് സഹിക്കാൻ കഴിയില്ല എന്ന്. ഒട്ടും ഒരാൾക്കും അത് സഹിക്കാൻ പറ്റാത്തൊരു വാക്കാണ്. പക്ഷെ എനിക്കത് സഹിക്കാൻ പറ്റിയില്ല. അങ്ങനെ സുഖമില്ലാതെയായി, പറ്റ. അപ്പം ഈ സഹോദരനെ ഉമ്മ വിളിച്ചു. ഇങ്ങനെ മോക്ക് സുഖമില്ല, ഇനി ഓളൊന്ന് വിളിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ആളെ എന്നെ വിളിച്ചു. എന്താ മോളെ എനിക്ക് പറ്റിയത് എന്ന് ചോദ്യം ചോദിച്ചു. ഞാൻ സംഭവങ്ങൾ പറഞ്ഞു. കാക്കുയില്ലേ കൂടെ എന്നൊരു ചോദ്യം. അതിൽ ഞാൻ എല്ലാം മറന്നു. എനിക്ക് ആ ഒരു കാക്കുയില്ലേ കൂടെ, കാക്കുയില്ലേ, ഞാനില്ല കൂടെ, അതുകൊണ്ട് നീ സങ്കടപ്പെടണ്ട പറഞ്ഞു. ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല. അന്നത്തെ പറഞ്ഞ ദിവസം മുതൽ ഞാൻ ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. കാരണം എനിക്ക് അത്രത്തോളം വിഷമമുള്ളൊരു വാക്കാണ്. അത്രത്തോളം വിഷമമുള്ള ഒരു വാക്കായിരുന്നു അത്. അപ്പം ഞാൻ അത് എന്താ പറയുക, അത് ഞാൻ പിറ്റത്തെ ദിവസമൊന്നും ഞാൻ എന്താ പറയുക, കാക്കുയില്ല. അപ്പോൾ ഉമ്മയും പറ്റ ഒരു എന്താ പറയുക, ഈ ഒരു വാക്ക് എനിക്ക് എന്താ പറയുക, അങ്ങനെയുള്ള വാക്കുകൾ കേൾക്കുന്ന സമയത്ത് തല എന്താവുക എന്നെനിക്ക് പറയാൻ കഴിയില്ല. അത്രത്തോളം എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത വാക്കുകളാണ്. അപ്പം അത് കേട്ടതോടു കൂടി എനിക്ക് എന്തൊക്കെയോ അങ്ങോട്ടായി. അതിൽ ഞാൻ ഉമ്മ പെട്ടെന്ന് സഹോദരനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. എന്നെ വിളിക്കാൻ പറഞ്ഞു. എന്നെ വിളിച്ചു. ആ സ്പോട്ടിൽ തന്നെ എനിക്ക്, അല്ലെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരാളായിരുന്നു. കാരണം ഞാൻ എൻ്റെ സഹോദരനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. എനിക്കത് സഹിക്കാൻ പറ്റില്ല. എനിക്കത് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു വാക്കായിരുന്നു. അപ്പം ഞാനില്ലേ, സങ്കടപ്പെടേണ്ട, ഓള് എന്തേലും ആ വ്യക്തി സഹോദരി എന്തേലും ദേഷ്യം പിടിച്ചിട്ട് പറഞ്ഞതായിരിക്കാം. കാക്കുൻ്റെ കുട്ടി നല്ലോണം പോയിട്ട് കിടന്നുറങ്ങ് എന്ന് പറഞ്ഞു. ഞാൻ ആ പിറ്റേ ദിവസം തലേന്ന് വയ്യാതെ ആയ കുട്ടിയല്ല പിറ്റേ ദിവസം. അത് ഈ സഹോദരൻ്റെ ഒറ്റ സപ്പോർട്ടിലാണ് ഇത് മാറി കിട്ടിയത്. അതാണ് ലൈഫിൽ ഒരു സഹോദരൻ, അല്ലെങ്കിൽ എന്താ പറയുക, അത്രയും ഒരുപാട് പെട്ടെന്ന് ഞാനിപ്പോൾ എന്ത് കാര്യങ്ങൾ ആളോട് ഷെയർ ചെയ്താലും എനിക്കത് പെട്ടെന്ന് മാറിക്കിട്ടും. അത് വല്ല ബോംബിട്ട പ്രശ്നമാണെങ്കിലും ശരി, അത് ഒറ്റ മിനിറ്റ് കൊണ്ട്, അത് എത്ര വലിയ പ്രശ്നമാണെങ്കിലും ശരി. ഇപ്പം എത്ര വലിയ പ്രശ്നമാണെങ്കിലും ശരി,
എൻ്റെ അടുത്തൊന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അതുവരെ പീസായ ബൾബ് പോലെ നിൽക്കുന്ന എൻ്റെ മുഖം പ്രകാശിക്കും. അതാണ് ഈ ഒരാളുടെ പ്രത്യേകത. അത്രയും എനിക്ക് എൻ്റെ ലൈഫിൽ അത്രയും പ്രാധാന്യം ഞാൻ എൻ്റെ ലൈഫ് ഇത്രത്തോളം എത്തിച്ച് ഞാനിന്ന് ഇവിടെ മുഖം പ്രകാശിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ആ സഹോദരൻ്റെ സ്നേഹവും കെയറിങ്ങും ഒന്നുകൊണ്ട് മാത്രമാണ്.